ദേ ഈ മീൻകറി ഒന്ന് നോക്കിക്കേ. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി മീൻകറിയാണ്. കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നുമല്ലേ. ഇത് നല്ല സൂപ്പർ ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ. അപ്പോൾ പെട്ടെന്ന് ഞാനിതൊന്ന് ഉണ്ടാക്കാൻ പറഞ്ഞു തരട്ടെ. ആദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കിയ മീൻ എടുക്കുക. അത് ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഓലപ്പുടവൻ എന്ന് പറയുന്ന ഒരു മീനാണ്. നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ എങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്നിട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്, ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. ഈ മീൻകറിയിൽ ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ് കേട്ടോ. ഇത്ര കുറവ് ഇൻഗ്രീഡിയൻസിൽ ഒരു മീൻകറി വെക്കാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷെ പറ്റും. അതാണല്ലോ ഞാൻ കാണിക്കുന്നത്. പിന്നെ നീളത്തിലരിഞ്ഞ ഇഞ്ചി, പച്ചമുളക് ഇത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ധാരാളം കറിവേപ്പില ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ്. ഇത് പിന്നെ കുടംപുളി ഒരു 4 കഷ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും പുളി ഇഷ്ടമാണ്. അപ്പോൾ പുളിയുടെ പാകം അനുസരിച്ച് കുടംപുളി ചേർക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ഒറ്റ പാലാണ്, അതായത് കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ച പാല്. ഒരുപാട് തിക്കുമല്ല, ഒരുപാട് ലൂസുമല്ല, ഒരു മീഡിയം കൺസിസ്റ്റൻസി. എന്നിട്ട് പ്രോസസ്സൊന്നുമില്ല. ഇത് അടുപ്പത്തേക്ക് വെക്കുക, തീ കൂട്ടിയിടുക, നന്നായിട്ട് തിളയ്ക്കണം. അങ്ങനെ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ തീ കുറച്ചിട്ടിട്ട് ഒന്ന് ചുറ്റിക്കണം. മീൻകറി ഇളക്കരുത്, ചുറ്റിക്കാനേ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് തന്നെ സംഭവം. പൊടിഞ്ഞു പോവും എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പം നന്നായിട്ട് ചുറ്റിക്കുക. എന്നിട്ട് സിമ്മിൽ വെച്ച് അടച്ച് വെച്ച് വേവിക്കുക. മീൻ പെട്ടെന്ന് വെന്ത് കിട്ടുമെന്ന് അറിയാലോ. അപ്പം അടച്ച് വെച്ചു. ഇത്ര ഈസി ആയിട്ട് ഒരു മീൻകറി വെക്കാനേ സാധിക്കില്ല കേട്ടോ. തേങ്ങാപ്പാൽ മാത്രമേ ഉള്ളൂ ഇതിനൊരു 5 മിനിറ്റ് എടുക്കുന്ന പ്രോസസ്സ്. പിന്നെ നമ്മളൊരു 10-15 മിനിറ്റ് അതോടെ മീൻ വെന്തു. നമ്മൾ ആ ഒരു അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് പാകത്തിനിരിപ്പുണ്ട്. ഇനി അതിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് വേപ്പിലയും 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇട്ടിട്ട് എടുക്കുക. മീൻ കറി റെഡി. ഇത് ഞാൻ പണ്ട് മഴവിൽ മനോരമയിൽ ഈ റെസിപ്പി കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താങ്ക്